നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമൊക്കെ ഒരു മൗനമുണ്ട് കേട്ടോ. കാരണം എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയെ കാണുന്നതിൽ ജനങ്ങൾക്കുമുണ്ട് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വാക്ക് മര്യാദയ്ക്കൊന്ന് പറയുവാൻ, എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ഒന്ന് തിരിച്ചറിയുവാൻ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് ശ്രമിച്ചുകൂടെ? കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന സംസ്ഥാന സമിതിയിലടക്കം ഇത് തന്നെയാണ് സംഭവിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ഇവർക്കൊക്കെ എതിരെയായിരുന്നു സംസ്ഥാന സമിതിയിൽ CPM ആഞ്ഞടിച്ചത്. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി എന്ന് സംസ്ഥാന സമിതി അംഗങ്ങളടക്കം യോഗത്തിൽ അഭിപ്രായപ്പെടുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശൈലി, ആ ശൈലിക്കെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. ഇതൊക്കെ കണ്ടില്ല എന്നടിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതിനിധികൾ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. കനത്ത തോൽവിക്ക് കാരണമെന്ന് പറയപ്പെടുന്ന ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ള വിമർശനമുണ്ട്. യോഗത്തിൽ പങ്കെടുത്ത സീതാറാം യെച്ചൂരിയും അതേ അഭിപ്രായം പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി എന്ന് പ്രതിനിധികളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. പോരായ്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യമാണ് യോഗത്തിൽ ഏറ്റവും ഉണ്ടായത്. നവകേരള സദസ്സിൻ്റെ ഗുണം കിട്ടിയില്ല എന്ന് കൂടി CPMൻ്റെ റിപ്പോർട്ടുണ്ട് കേട്ടോ. അടിസ്ഥാന വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നുവെന്ന് MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുകയും ചെയ്തു. ഇതൊക്കെ MV ഗോവിന്ദൻ മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റിൽ മാത്രമാണല്ലോ CPM ജയിക്കാൻ കഴിഞ്ഞത്. ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJP വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നിൽ എന്ത് എന്ന് തലപോകുകയാണ് ഇപ്പോൾ CPM. കേരളത്തിലെ വൻ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഗൗരവകരമായിട്ടുള്ള ഒരു തിരുത്തൽ നടപടികളിലേക്ക് CPM നീങ്ങേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ CPM ഇല്ലാതാകും. 20 മണ്ഡലങ്ങളിലെ ഫലം വിശദമായി വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം പാർട്ടി വോട്ടിൽ പോലും ചോർച്ച ഉണ്ടായി എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നു. സംസ്ഥാന സമിതിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് CPMൻ്റെ തീരുമാനവും ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഈ തീരുമാനമൊന്നും പോരാ. പക്ഷേ മാറ്റേണ്ടത് തലയാണ്, മാറേണ്ടത് നയിച്ചവനാണ്. ലീഡറെന്ന് സ്വയം പരിഗണിക്കപ്പെടേണ്ടവർ, അല്ലെങ്കിൽ ലീഡറെന്ന് സ്വയം ജനം വിളിക്കുന്നവർ, അവർ അതിന് അർഹനല്ലെങ്കിൽ മാറിക്കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായിന് അതൊന്നും കഴിയാതായി പോകുന്നത്? ഇവിടെയും ഉണ്ടായിരുന്നു മുമ്പും ഇതുപോലെ പല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമൊക്കെ. ഒരു തോൽവി ഉണ്ടാകുമ്പോഴോ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി AK ആൻ്റണി ആരും മറന്നു കാണില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകളടക്കം നമ്മുടെ മുമ്പിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയം, ആ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് താൻ രാജിവെക്കുന്നുവെന്ന്. അത് മര്യാദ, അന്തസ്. അദ്ദേഹം പറയുന്നുണ്ട് ഇത് മാത്രമല്ല കാരണങ്ങൾ മറ്റനവധി ഉണ്ടെങ്കിൽ കൂടിയും തോറ്റു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് UDFൻ്റെ തലവനായി നിന്ന് നയിച്ചതുകൊണ്ട് താൻ ഈ മുഖ്യമന്ത്രി പദം രാജിവെക്കുകയാണ് എന്ന് AK ആൻ്റണി പറഞ്ഞ ആ നട്ടലുണ്ടല്ലോ, ആ അന്തസ്സുണ്ടല്ലോ, ആ സാമാന്യ മര്യാദയുണ്ടല്ലോ, അതെങ്കിലും കാണിക്കുവാൻ ഈ മുഖ്യമന്ത്രി ചെയ്യേണ്ടതല്ലേ? പക്ഷേ ഈ മുഖ്യമന്ത്രിക്ക് അതുമാത്രം നടക്കുന്നില്ല, കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ മുഖ്യമന്ത്രി പറയുന്നത് എന്താണെന്നറിയാം. കേന്ദ്രത്തിനെതിരെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചോ കോട്ടങ്ങളെക്കുറിച്ചോ എങ്ങനെ ചർച്ച ചെയ്യാമാകും? ഇത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം പറയാൻ പറ്റുന്ന ഒരു വാചകമാണ്. വേറെ ആർക്കും ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അത് ഇയാൾക്ക് മാത്രം കഴിയുന്നൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ സത്യത്തെ തിരിച്ചറിയാതെ, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ കഴിയുന്നു. നട്ടലില്ലാത്ത, അന്തസ്സില്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, AK ആൻ്റണി കാണിച്ചത് ഒരു അന്തസ്സായിരുന്നു, ഒരു മര്യാദയായിരുന്നു. അദ്ദേഹം ആ മര്യാദ കാണിച്ചു. അങ്ങനെ കാണിക്കുവാനുള്ളൊരു മനസ്സ് പിണറായി വിജയൻ ഉണ്ടാകേണ്ടതല്ലേ? മുൻപിൽ നിന്ന് നയിക്കുമ്പോൾ അത് ചെയ്യേണ്ടതല്ലേ? ഒരു ലീഡറാണെന്ന് സ്വയം തോന്നിയെങ്കിൽ അങ്ങനെ നിന്ന് നയിച്ചപ്പോൾ LDFനെ നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കേണ്ടതാണ്. ഇവിടെ 2004 ആൻ്റണി ആ തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്തപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തപ്പോൾ, അദ്ദേഹം രാജിവെച്ചപ്പോൾ അതിനോട് കൂറ് കാണിച്ചവരാണ് പലരും. അന്ന് വാതോരാതെ വിപ്ലവം ഉണ്ടാക്കിയവരാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ളവർ. എന്ന് പറഞ്ഞുകൊണ്ട് AK ആൻ്റണി രാജിവെച്ചുകൊണ്ട് താങ്കൾ രാജിവെക്കണമെന്നില്ല. ഇത്രയും അടപടലം തോറ്റ് ഇവിടെ ഒരു BJP അക്കൗണ്ട് തുറന്ന് അങ്ങനെ 18 സീറ്റിലും 19 സീറ്റിലും പാടെ ഇല്ലാതായ ഒരു പാർട്ടിയുടെ നേതാവ്, ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ പാർട്ടിയെ നയിക്കുന്ന ലീഡർ മര്യാദയുടെ ഭാഷയിൽ, അന്തസ്സിൻ്റെ ഭാഷയിൽ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ: മുഖ്യമന്ത്രി പദം രാജിവെക്കുക. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഏറ്റെടുക്കണം. വിജയിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം താങ്കൾ ഏറ്റെടുക്കുമായിരുന്നല്ലോ. വീണ്ടും മുഖ്യമന്ത്രിയാകുവാൻ കുപ്പായമണിഞ്ഞ് നിൽക്കുമായിരുന്നല്ലോ.
അങ്ങനെയാണെങ്കിൽ തോൽവിയുടെ പാപഭാരം കൂടി ചുമക്കുവാനുള്ള കരുത്തുണ്ടാകണം ഏത് പിണറായിക്കും. അതില്ലെങ്കിൽ അതിനർത്ഥം നട്ടലില്ല എന്നും അന്തസ്സില്ല എന്നുമാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കുക. ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കുക. താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇതിലും കനത്ത തോൽവിയാണ് എന്നുള്ളത് മറന്നു പോകരുത്.